ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് OA എക്സാം റിലേറ്റഡ് വീഡിയോ ആണ്. ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ഓഫ് ദ വീഡിയോയും കൂടി നിങ്ങൾ കാണുക. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് കാറ്റഗറി നമ്പർ 587/2023. ഇതൊരു ലാസ്റ്റ് ഗ്രേഡ് എക്സാം ആണ്. യൂഷ്വലി ലാസ്റ്റ് ഗ്രേഡ് LGS ആ എക്സാംസ് ഒന്നും ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് എല്ലാവർക്കും ഓപ്പൺ ആണ്, എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, കോമ്പറ്റീഷൻ നല്ല ടഫായിരിക്കും. അറൗണ്ട് ഒരു 80 ലാക്ക് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഹൈ ഒരു റാങ്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസ് എപ്പോഴും സ്ട്രോങ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രിലിംസിന് ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ അടുത്ത മെയിൻസിലേക്കുള്ള ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമായിട്ട് കാണാതെ ആ ഒരു ബേസ്, നമ്മുടെ ബേസ്, ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു എക്സാം ആയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു 55 days പ്രോപ്പർലി ഇതിനെ ഡെഡിക്കേറ്റ് ചെയ്താൽ എനിക്ക് 100% ഗ്യാരണ്ടി തരാൻ പറ്റും നിങ്ങളുടെ ബേസ് പ്രോപ്പറായിട്ട് ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് നിൽക്കും എന്നുള്ളത്. ഇന്ന് August 31st ആണ്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് നാളെ September 1st ഓൺവേർഡ്സ് നമുക്ക് പഠിച്ചു തുടങ്ങാം എന്നാണ്. അപ്പോൾ September 1st തൊട്ടിട്ട് October 25th വരെയുള്ള ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള 55 days സ്റ്റഡി പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു പ്ലാനിൽ ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് 5 day സ്റ്റഡി, 6th day റിവൈസ്, ലാസ്റ്റ് ഡേ അതായത് 7th day OMR ടെസ്റ്റ്, അങ്ങനെയാണ്. അപ്പൊ ഇത് സാറ്റർഡേ റിവിഷനും സൺഡേ OMR ടെസ്റ്റും അങ്ങനെ. അപ്പൊ ഞാൻ സൺഡേ OMR ടെസ്റ്റ് ഇടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ സൺഡേ ആകുമ്പോൾ നമ്മൾ യൂഷ്വലി കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസമാണ്, എല്ലാവരും പണികൾ ഉണ്ടാവും, ഇനി അല്ലെങ്കിൽ എവിടെയും പുറത്ത് പോകാനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് സൺഡേ ഞാൻ OMR ടെസ്റ്റ് മാത്രം ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം നെക്സ്റ്റ് ഡേ, അതായത് മൺഡേയിൽ പ്ലാൻ പഠിക്കാനോ അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചത് റിവൈസ് ചെയ്യാനോ ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫുൾ ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് ഒരു സ്ട്രെസ്ഫുൾ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സാറ്റർഡേ കംപ്ലീറ്റ് റിവിഷനും. ഇനി സാറ്റർഡേ റിവിഷൻ കഴിഞ്ഞില്ല എങ്കിൽ അത് നമുക്ക് സൺഡേയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, നമുക്ക് ടൈം ഉണ്ട് അതിനാണ്. പക്ഷെ ഡെയിലി ഞാൻ ഓരോ ടാർഗറ്റ്, ഫോർ എക്സാമ്പിൾ Day 1 September സൺഡേ ആണ്, നമ്മൾ നാളെ തന്നെ പഠിക്കാൻ തുടങ്ങും. അന്ന് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും എന്നുള്ളൊരു ടോപ്പിക്കാണ് തന്നത്, അത് അന്ന് തന്നെ കവർ ചെയ്യാൻ നോക്കുക. ഇനി ഇൻ കേസ് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അവിടെ പെൻഡിങ്. സെക്കൻഡ് ഡേയിൽ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ഇതാണ് ടോപ്പിക്കെങ്കിൽ നമ്മൾ അത് തേർഡ് ഡേയിലെ ടോപ്പിക്കും കവർ ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് 5 days ടോപ്പിക്സ് കവർ ചെയ്തതിന് ശേഷം 6th day നമ്മൾ ഈ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഡേയിലെ ഒന്നുകൂടി ബാക്കി ബാലൻസ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അതായത് ആ ഒരു വീക്കിനുള്ളിൽ നമ്മൾ ആ ഒരു പ്ലാൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡെയിലി ടാർഗറ്റ് ലീസ്റ്റ് ബൈ ദി എൻഡ് ഓഫ് ദ വീക്ക് ഞാൻ ആ ടോപ്പിക്സ് കംപ്ലീറ്റ്, ആ ടാർഗറ്റ് മുഴുവനായിട്ട് തീർത്തിരിക്കും എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ട് നമ്മളിത് പഠിച്ചാൽ മതി. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഡെയിലി, അതായത് നാളത്തേക്ക് പഠിക്കാനുള്ള കാര്യം ഞാൻ ഇന്ന് ഈവനിങ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എല്ലാ മെറ്റീരിയൽസും കളക്ട് ചെയ്ത് ഓൾറെഡി റെഡി ആയിരിക്കുക എന്നുള്ളതാണ്. ഞാനിതൊരു ചാലഞ്ച് ആയിട്ടാണ് ആക്ച്വലി മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് 50 days സ്റ്റഡി ചാലഞ്ച് എന്നുള്ള പോലെ. അപ്പൊ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ടോപ്പിക്സ് ഒക്കെയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അത് കവർ ചെയ്യുക, എൻ്റെ കൂടെ തന്നെ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ സെൽഫ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ പഠിച്ച് എന്തായാലും ഒരു 2 months-നുള്ളിൽ ഈ ടോപ്പിക് കവർ ചെയ്യും എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി തന്നെ പഠിച്ചാൽ ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിലിംസ് നമ്മൾ കടക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമല്ല, ബേസ് സ്ട്രോങ് ആക്കുക, അല്ലെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഞാൻ പ്രോപ്പറായിട്ട് പഠിക്കും എന്നുള്ളൊരു തോട്ട് മൈൻഡിൽ വെച്ചിട്ട് പഠിക്കാം. ഈ ഒരു ചാലഞ്ചിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വീക്ക്ലി അപ്ഡേറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ആ എൻ്റെ വീക്ക് എങ്ങനെയായിരുന്നു, ഞാൻ ഫുൾ ടോപ്പിക്സ് കവർ ചെയ്തോ, എന്തൊക്കെയാന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യും. അതുകൂടാതെ തന്നെ ബോണസ് ആയിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻസും കൂടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എൻ്റെ കൂടെ പഠിച്ച ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ വീക്കിൽ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ റിവിഷൻ ഒന്ന് സ്ട്രോങ് ആക്കുക, അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ രീതി ഒന്ന് മാറ്റുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചാലഞ്ചിന് ഇത്ര സമയം പഠിക്കണം എന്നൊന്നും. അപ്പോൾ ഇതാ നമ്മുടെ പ്ലാൻ ഫുൾ കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ടുണ്ട്. 55 days-ലേക്ക് ഞാൻ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്ലാൻ നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. എനിക്കൊരു ഡിസ്ക്ലെയിമർ പറയാനുള്ളത്, ഈ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഓൺലൈൻ ആപ്സോ അല്ലെങ്കിൽ കോച്ചിങ്ങോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഞാൻ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് ഞാനൊരു കോച്ചിങ്ങിൽ ഓൾറെഡി ഒരു കോച്ചിങ് സെന്ററിൽ ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ. പക്ഷെ ഇത് പ്രിലിംസ് ആയതുകൊണ്ട് നമുക്ക് ബേസ് തൊട്ട് വേണ്ടതുകൊണ്ട് യൂട്യൂബ്, എന്നാലും ഞാൻ യൂട്യൂബൊക്കെ റെഫർ ചെയ്തിട്ട് തന്നെയാണ് പഠിക്കുന്നത്. യൂട്യൂബും
പ്ലസ് ഞാനൊരു റാങ്ക് ഫയൽ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ വരുന്ന കമ്മിങ് വീക്കിൽ ഞാൻ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും അതെങ്ങനെയുണ്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തും കൂടി പറയുന്നതായിരിക്കും. അപ്പം എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് റിലേറ്റഡ് കാര്യങ്ങൾ വേണമെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അറിയാവുന്ന കാര്യമാണ്, ഞാൻ അതും കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി സ്റ്റഡി.